നമസ്കാരം. മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറായ യദുവിന്റെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് പോലീസിനും സർക്കാരിനും തിരിച്ചടിയായി. കെ.എസ്.ആർ.ടി.സി ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ട് കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ്.എച്ച്.ഒയ്ക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. ഇതിനൊപ്പം കെ.എസ്.ആർ.ടി.സിയും അന്വേഷണം നടത്തണം. അതിനിടെ ഈ വിഷയത്തിൽ ഇനി പ്രതികരണം പാടില്ലെന്ന് CPM നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. സച്ചിൻ ദേവ് MLA ബസ്സിനുള്ളിൽ കയറിയെന്ന റഹീം MPയുടെ വാദം ബാലിശമായി പോയി. ബസ്സിൽ കയറി ടിക്കറ്റാണ് MLA ആവശ്യപ്പെട്ടതെന്ന റഹീമിന്റെ വെളിപ്പെടുത്തലോടെ കേസിൽ മേയർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്ന എല്ലാ മുൻതൂക്കവും നഷ്ടമായി. സൈബർ സഖാക്കൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതി. ഇത്തരത്തിലെ പ്രതികരണങ്ങൾ പാടില്ല. റഹീമിന്റെ അടുപ്പക്കാരനാണ് ആ ബസ്സിലെ കണ്ടക്ടർ എന്ന സ്ഥിരീകരണവും അന്വേഷണത്തെ പോലും പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്നതാണ് നിർദ്ദേശം. മേയർക്കും ആദ്യ വാർത്താ സമ്മേളനത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് CPM വിലയിരുത്തൽ. കെ.എസ്.ആർ.ടി.സി മാനേജിംഗ് ഡയറക്ടറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് മെയ് 9 കേസ് പരിഗണിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ്, അരവിന്ദ്, കണ്ടാലറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് യദുവിന്റെ പരാതി. യദുവിന്റെ പരാതി സാധൂകരിക്കുന്നതാണ് റഹീമിന്റെ വെളിപ്പെടുത്തൽ. യദു കോടതിയെ സമീപിച്ചാലും ഈ നിലപാടുകൾ പോലീസിനും തിരിച്ചടിയായി മാറും. ഏപ്രിൽ 27 കെ.എസ്.ആർ.ടി.സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നു. തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഏപ്രിൽ 27 രാത്രി 10:00 കണ്ടോൺമെന്റ് SHOയ്ക്ക് പരാതി നൽകിയിട്ട് കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്നതും ബോധ്യമാവും. എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്കെതിരെ കേസെടുത്തെന്നാണ് യദുവിന്റെ പരാതി. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലപാട് നിർണായകമാകും. യദു തെറ്റുകാരനല്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അടക്കിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ റിപ്പോർട്ടിനൊപ്പം ബസ്സിലെ ക്യാമറ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡും വേണമെന്ന് ആവശ്യപ്പെട്ടു. കാണാതായ മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിക്കാൻ കെ.എസ്.ആർ.ടി.സി MDക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മേയറും ഭർത്താവ് MLAയുമായ സച്ചിൻ ദേവും ആരോപിക്കുന്നത് പോലെയുള്ള കുറ്റങ്ങൾ ഇത് ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. മേയറാണെന്ന് ആരി പറഞ്ഞതിനു ശേഷം ഇത് പ്രോട്ടോകോൾ പാലിക്കാതെ സംസാരിച്ചു. അതുമാത്രമാണ് ഇതിന്റെ ഭാഗത്ത് കണ്ടെത്തിയ ഏക കുറ്റമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബസ്സിനുള്ളിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് ഇരു വിഭാഗത്തിനും അറിയില്ലെന്നാണ് പറയുന്നത്. സംഭവ ദിവസം പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്തുവെന്നും പിറ്റേന്ന് ഇറങ്ങിയപ്പോൾ ബസ്സിനുള്ളിലേക്ക് തനിക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലെന്നും ഇത് വ്യക്തമാക്കുന്നു. കെ.എസ്.ആർ.ടി.സി CMDക്കും യൂണിയൻ നേതാക്കൾക്കും മാത്രമാണ് ബസ്സിനുള്ളിൽ കയറാൻ അവകാശം. കമ്മീഷണർ ഓഫീസിൽ ഇന്നലെ പരാതി നൽകിയെങ്കിലും പറയുന്നത് കേൾക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. പകരം രസീത് നൽകി പറഞ്ഞയക്കുകയായിരുന്നുവെന്നും ഇത് പറഞ്ഞിരുന്നു. വാക്കുതർക്കത്തെ തുടർന്ന് മേയർ വിളിച്ചതിന് പിന്നാലെ പാളയത്തെത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്. ബസ് പാളയത്ത് തന്നെ ഒതുക്കിയിട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രി 1 മണിക്കാണ് കെ.എസ്.ആർ.ടി.സി വിജിലൻസ് വിഭാഗമെത്തി ബസ് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ വെച്ചാണോ മെമ്മറി കാർഡ് കാണാതായത് എന്ന സംശയം ബാക്കിയാണ്. അതേസമയം ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ബസ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വാങ്ങേണ്ടിയിരുന്നുള്ളൂ എന്ന നിലപാടിലാണ് യൂണിയൻ നേതാക്കൾ. വിജിലൻസ് വിഭാഗം ബസ് കൃത്യമായി പരിശോധിച്ചില്ലെന്നും ആക്ഷേപമുയർന്നു.